സ്റ്റിയറിംഗിന്റെ ധർമ്മം. സ്റ്റിയറിംഗ് വീൽ ഉപയോഗിക്കുമ്പോൾ സ്റ്റിയറിംഗ് എന്ത് ധർമ്മമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമുക്കറിയാലോ, അവിടെ ആ സ്റ്റിയറിംഗ് വീൽ പിടിച്ച് നമ്മൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കും, ചിലപ്പോൾ നേരെ പിടിക്കും അല്ലേ. അതായത് നമ്മുടെ പോകുന്ന റോഡിന്റെ വളവിനനുസരിച്ച് വാഹനത്തെ വളയ്ക്കാനും, റോഡ് നേരെയാണെങ്കിൽ വാഹനത്തെ നേരെ ഓടിക്കാനും, റോഡ് വളവ് ഇടത്തോട്ടാണെങ്കിൽ വാഹനത്തെ ഇടത്തോട്ട് വളച്ച് പോകാനും വേണ്ടിയാണ് നമ്മൾ സ്റ്റിയറിംഗ് വീല് ഉപയോഗിക്കുന്നത് അല്ലേ. സ്റ്റിയറിംഗ് വീല് തിരിക്കുമ്പോൾ അല്ലേ തിരിക്കുന്നത്? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സ്റ്റിയറിംഗ് വീല് തിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന റൊട്ടേഷൻ അല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു മോഷൻ എന്ത് മോഷനാ? റൊട്ടേഷൻ മോഷൻ അല്ലേ. എന്നാൽ ആ മോഷൻ നേരെ ഇതിനകത്തോട്ട് ലിവർ, നേരെ താഴോട്ട് ലിവർ ഉണ്ട്, സ്റ്റിയറിംഗ് കോളം എന്ന് പറയും. സ്റ്റിയറിംഗ് കോളം വഴി നേരെ ചെന്നത് സ്റ്റിയറിംഗ് ബോക്സിലേക്കാണ്. ആ സ്റ്റിയറിംഗ് ബോക്സിന്റെ രണ്ടറ്റത്തുമാണ് നമ്മുടെ വലത്തെയും ഇടത്തെയും ടയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വലത്തെ ടയറിനെയും ഇടത്തെ ടയറിനെയും തമ്മിൽ ബന്ധിക്കുന്നത് നീളത്തിലുള്ള ഒരു റാഡാണ്. ആ റാഡിന് സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറഞ്ഞത്, സ്റ്റിയറിംഗ് ബോക്സ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ റൊട്ടേറ്റ് മോഷൻ നേരെ ചെല്ലുന്നത് സ്റ്റിയറിംഗ് ബോക്സിനകത്താണ്. ഓക്കെ. സ്റ്റിയറിംഗ് ബോക്സിനകത്ത് സ്റ്റിയറിംഗ് പെനിയൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എത്തിച്ചേരുന്നത്. ആ പെനിയൻ അവിടെ നിന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന റൊട്ടേറ്റഡ് മോഷനെ ചേഞ്ച് ചെയ്യും. ഓക്കെ. പെനിയനിൽ നിന്ന് പുറപ്പെടുന്ന അടുത്ത മോഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ മോഷനാണ്. നമ്മുടെ ക്ലോക്കിലെ പെൻഡുലം മടത്തിൽ ഇങ്ങനെ എന്ന് പറയുന്നല്ലേ, അതുപോലെയുള്ള ഒരു ആംഗുലർ മോഷനിലേക്കാണ് മാറുന്നത്. ആ ആംഗുലർ മോഷനിലാണ് നമ്മുടെ വാഹനത്തിലെ ടയർ നമ്മൾ തിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. ഇങ്ങനെ മാറും, ഇങ്ങനെ മാറും. മനസ്സിലായില്ലേ? ഇടത്തോട്ട് തിരിച്ചാൽ ടയർ എന്ത് ചെയ്യും? ഇങ്ങനെ ഇങ്ങോട്ട് മാറും അല്ലേ. ഇനി വലത്തോട്ട് തിരിക്കുന്ന അതേ ടയർ എന്ത് ചെയ്യും? നേരെ ഇങ്ങനെ മാറും. അപ്പൊ ഈ പോകുന്ന മോഷൻ ഏത് മോഷനാണ്? ആംഗുലർ മോഷനാണ്. അപ്പൊ സ്റ്റിയറിംഗ് വീലിന്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് റൊട്ടേറ്റഡ് മോഷൻ ആക്കുമ്പോൾ ആ മോഷൻ നേരെ സ്റ്റിയറിംഗ് കോളം വഴി എവിടെ ചെല്ലും? സ്റ്റിയറിംഗ് പെനിയൻ ചെല്ലും. ആ പെനിയനിൽ നിന്ന് അതിനെ കൺവെർട്ട് ചെയ്ത് ആംഗുലർ മോഷനിലേക്ക് മാറ്റും. ഓക്കെ. അപ്പോൾ സ്റ്റിയറിംഗ് വീല് തിരിക്കുമ്പോൾ റൊട്ടേഷൻ മോഷനാണ്. ആ മോഷൻ നേരെ താഴെ ചെല്ലുന്നു, താഴെ നിന്ന് അത് ആംഗുലർ മോഷനിലേക്ക് ആക്കുന്നു. ആംഗുലർ മോഷൻ വഴിയാണ് നമ്മുടെ ടയറിന്റെ ഗതി അങ്ങോട്ട് കൂടെ മാറുന്നത്. അപ്പൊ നമ്മൾ വലത്തേക്ക് പോകണമെങ്കിൽ വലത്തോട്ട് തിരിയുമ്പോൾ ടയർ എന്ത് ചെയ്യും? വലത്തോട്ട് തിരിയും അല്ലേ. ഇടത്തോട്ട് തിരിയുകയാണെങ്കിലോ ഇടത്തേക്ക് തിരിയും. അപ്പോൾ നമ്മൾ പോകുന്ന റോഡിന്റെ വണ്ടി വളഞ്ഞു പോകണമെങ്കിൽ വളയ്ക്കാൻ സ്റ്റിയറിംഗ് വീൽ വേണം.